നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെപ്ലേഴ്സ് ലോനെ പറ്റിയിട്ടാണ്. കെപ്ലേഴ്സ് ലോ. കെപ്ലേഴ്സ് ലോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആസ്ട്രോണമിയെ പറ്റി കെപ്ലർ പറഞ്ഞ 3 ലോകളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ 3 ലോകളാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ദ ഫസ്റ്റ് ലോ is the law of orbits. The law of orbits. Law of orbits. എന്താണ് ലോ ഓഫ് ഓർബിറ്റ്സ് പറയുന്നത്? വളരെ സിമ്പിൾ ആണ്. ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് മൂവ് ചെയ്യുന്നത്. ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് മൂവ് ചെയ്യുന്നത്. അതേസമയം സൺ ഇരിക്കുന്നത് ആ എലിപ്സിന്റെ ഒരു ഫോക്കസിലായി. വീണ്ടും പറയുന്നു, ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് മൂവ് ചെയ്യുന്നത്. അതേസമയം സൺ ഇരിക്കുന്നത് ആ എലിപ്സിന്റെ ഒരു ഫോക്കസിലായിരിക്കും. ഈച്ച് പ്ലാനറ്റ് moves in an elliptical orbit. Moves in an elliptical orbit. Elliptical orbit with the sun at the focus. With the sun at the focus. Done. ഇതാണ് ഫസ്റ്റ് ലോ. ആൻഡ് സെക്കൻഡ് വൺ, the second law is law of areas. എന്താണ് ലോ ഓഫ് ഏരിയാസ് പറയുന്നത്? നമ്മള് സണ്ണിന് ചുറ്റും എന്ത് ചെയ്യുന്നു? പ്ലാനറ്റ് എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ മൂവ് ചെയ്യുന്നു. നമ്മൾ ഈ സണ്ണും പ്ലാനറ്റും കൂടെ ചേർത്ത് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. ആ സ്ട്രൈറ്റ് ലൈൻ ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ കവർ ചെയ്യുന്ന ഏരിയ സെയിം ആയിരിക്കും. ആ സ്ട്രൈറ്റ് ലൈൻ ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ കവർ ചെയ്യുന്ന ഏരിയ സെയിം ആയിരിക്കും. ഞാനത് എഴുതുകയാണ്. ദ റേഡിയൽ ലൈൻ ഫ്രം ദ സെന്റർ ഓഫ് ദ സൺ. Radial line from the center of the sun to the center of a planet sweeps out equal areas in equal times. അതായത് നോക്കാം. എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ സൺ ഒരു ഫോക്കസിലിരിക്കും, പ്ലാനറ്റ് ഇവിടെ. നമ്മൾ പ്ലാനറ്റിനും സണ്ണിനും കൂടെ ചേർത്തൊരു ലൈൻ വരച്ചു. 5 മിനിറ്റ് അല്ല, ഒരു ടൈം ഇന്റർവൽ, ഫിക്സഡ് ടൈം ഇന്റർവൽ 5 മിനിറ്റ് എങ്കിലും വെച്ചിട്ട് വാട്ട് എവർ ഇറ്റ് നമ്മൾ ഫിക്സഡ് ആയിട്ടൊരു ടൈം എടുത്തു. സംഗതി ഇവിടെ എത്തി. 5 മിനിറ്റ് കൊണ്ട് അത് ഇത്രയും സ്ഥലത്ത്. അപ്പൊ അത് സ്വീപ്പ് ചെയ്ത ഏരിയയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഒരു സമയത്ത് പ്ലാനറ്റ് ഇവിടെ ഇരുന്നു. എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. പ്ലാനറ്റ് ഇവിടെ ഇരുന്നു. അവിടെ 5 മിനിറ്റിൽ പ്ലാനറ്റ് ഇവിടെ എത്തി. അപ്പോ രണ്ടുപേരും സ്വീപ്പ് ചെയ്ത ഏരിയ എന്ന് പറയുന്നത്, 5 മിനിറ്റ് കൊണ്ട് സ്വീപ്പ് ചെയ്ത ഏരിയ എന്ന് പറയുന്നത് ഇത്രയാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഏരിയ സെയിം ആണ്. ഈ 2 ഏരിയ സെയിം ആണെന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്. The radial line from the center of the sun to the center of the planet sweeps out equal areas in equal time. നിങ്ങൾ ഈക്വൽ സമയമാണ് കൊടുക്കുന്നതെങ്കിൽ അത്
സ്വീപ്പ് ചെയ്യുന്ന ഏരിയയും ഈക്വൽ ആയിരിക്കും. ആൻഡ് ദ ഫൈനൽ വൺ, തേർഡ് വൺ, ദ തേർഡ് ലോ is law of periods. Third law is law of periods. The square of planet's period is proportional to the cube of its semi-major axis of its orbit. അതായത് the square of planet's period, അതായത് പ്ലാനറ്റിന്റെ പീരിയഡ്. എന്താണ് പ്ലാനറ്റിന്റെ പീരിയഡ്? ഒരു പ്ലാനറ്റ് ഒരു തവണ സണ്ണിന് ചുറ്റും കറങ്ങി വരാൻ എടുക്കുന്ന സമയമാണ് പീരിയഡ്. ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും ഒരു തവണ കറങ്ങി വരാൻ എടുക്കുന്ന സമയമാണ് നമ്മുടെ ഒരു പ്ലാനറ്റിന്റെ പീരിയഡ്. നമ്മുടെ എർത്തിനെ സംബന്ധിച്ചിടത്തോളം 365 ദിവസം, 365 ദിവസമാണ് നമുക്ക് ഒരു തവണ സണ്ണിന് ചുറ്റും കറങ്ങി വരാൻ എടുക്കുന്ന സമയം. അതായത് 365 ദിവസവും 6 മണിക്കൂർ. അതാണ് നമുക്ക് സണ്ണിന് ചുറ്റും കറങ്ങി വരാൻ എടുക്കുന്ന സമയം. ഓക്കെ, ഡൺ. അപ്പോ തേർഡ് ലോ ഓഫ് പീരിയഡ്സ് എഴുതുകയാണ്. ദ സ്ക്വയർ ഓഫ് a planet's period. പ്ലാനറ്റിന്റെ പീരീഡിന്റെ സ്ക്വയർ is proportional to the cube of the semi-major axis. Cube of the semi-major axis. Cube of the semi-major axis of its orbit. നോക്കുക, നിങ്ങളുടെ എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ പ്ലാനറ്റ് മൂവ് ചെയ്യുന്നു, സണ്ണ് ഇവിടെ ഇരിക്കുന്നു, വാട്ടെവർ ഇറ്റ് ഈസ്, എലിപ്സ് ആണല്ലോ ഉള്ളത്. ഈ എലിപ്സിന്റെ സെമി മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ മേജർ ആക്സിസിന്റെ പകുതി, അഥവാ നമ്മുടെ എ വാല്യൂ. ടൈം പീരീഡ് ടി ആണെന്ന് വിചാരിക്കുക. ടിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു the cube of the semi-major axis. ഇതാണ് ഒരു ഉദ്ദേശം. പീരീഡിന്റെ സ്ക്വയർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു the cube of semi-major axis. കഴിഞ്ഞു. ഇതാണ് കെപ്ലറിന്റെ 3 ലോ. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. വാട്ട് ഇസ് കെപ്ലേഴ്സ് തേർഡ് ലോ എന്ന് ചോദിക്കാം. വാട്ട് ഇസ് കെപ്ലേഴ്സ് ലോ ഓഫ് പീരിയഡ്സ് എന്ന് ചോദിക്കാം. ലോ ഓഫ് പീരിയഡ്സ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. പക്ഷെ തേർഡ് ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് പഠിക്കുക. എന്തായാലും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഇത്. അപ്പൊ നമ്മള് കെപ്ലേഴ്സ് ലോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കെപ്ലേഴ്സ് ലോയെ പറ്റി. ഇനി കെപ്ലേഴ്സ് ലോയെ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഒക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കൺസെപ്റ്റ്സിലേക്ക് പോവാം. കെപ്ലേഴ്സ് ലോയില് ആദ്യം ഇവര് പറയുന്നത് പെരിജി അപ്പോജി. എന്താണ് പെരിജി? ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് the closest point to the focus is called the perigee. In an elliptical orbit, the closest point to the focus is the perigee. അതേസമയം in an elliptical orbit, the farthest point to the focus is called an apogee. അതായത് നിങ്ങൾ ഇതാ നോക്കിക്കൊള്ളേ, നമ്മുടെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ് ഞാൻ വരയ്ക്കുന്നത്.
അവിടെ ഫോക്കസ് ഉണ്ട്, ഒരു ഫോക്കസ്, രണ്ട് ഫോക്കസ് ഉണ്ട്, വാട്ട് എവർ ഇറ്റ് ഇസ്. ഈ ഫോക്കസിൽ നിന്ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന പോയിന്റ് ഇതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പെരിജി. അതേസമയം ഈ ഫോക്കസിൽ നിന്ന് സോറി എനിക്ക് തെറ്റിപ്പോയി. ഓക്കെ. ഈ ഫോക്കസിൽ നിന്ന് ഏറ്റവും അടുത്തിരിക്കുന്ന പോയിന്റ് ഈ പുള്ളിക്കാരനാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പെരിജി. In an elliptical orbit, the closest point to the focus is called the perigee. പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകാം, ഇതായിരിക്കുമെന്ന്. അല്ല, ഇങ്ങനെയും ക്ലോസസ്റ്റ് പോയിന്റ് ഉണ്ടാവാം, സൂക്ഷിക്കുക. അതേസമയം farthest point from the focus is called the apogee. കഴിഞ്ഞു. ഇതാണ് പെരിജിയും അപ്പോജിയും. ക്ലോസസ്റ്റ് പോയിന്റ് ഇതിന്റെ ഷേപ്പ് അനുസരിച്ച് ചിലപ്പോൾ ഇവിടെയും ആകാം കേട്ടോ, ഷേപ്പ് അനുസരിച്ച് ചിലപ്പോൾ ഇവിടെയും ആകാം. അത് അപ്പോഴത്തെ അതിന്റെ ഷേപ്പ് പോലെ ഇരിക്കും. അല്ലെങ്കിൽ സി വാല്യൂ പോലെ ഇരിക്കുമെന്ന് ഞാൻ പറയാം. സി വാല്യൂ പോലെ ഇരിക്കും. ബി വാല്യൂ ആണോ സി വാല്യൂ ആണോ കൂടുതലെന്ന് നോക്കുക. സി വാല്യൂ ആണ് കൂടുതലെങ്കിൽ ഇവിടെയാണ് പെരിജി. അതേസമയം ബി വാല്യൂ ആണ് കൂടുതലെങ്കിൽ ഇവിടെ ആയിരിക്കും പെരിജി. എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം എ വാല്യൂ ആണ് ബാക്കി എല്ലാവരെക്കാൾ വലുത്. പക്ഷെ നമ്മൾ ബിനെ സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പെരിജി അപ്പോജി കിട്ടും. കഴിഞ്ഞു. The distance from the focus to the perigee is called the perigee distance, and the distance from the apogee to the focus is called the apogee distance. Distance from perigee and focus. പെരിജിയും ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്നത് പെരിജി ഡിസ്റ്റൻസ്. അതേസമയം ഡിസ്റ്റൻസ് ഫ്രം ദ അപ്പോജി ആൻഡ് ഫോക്കസ് ഇസ് കോൾഡ് ദ അപ്പോജി ഡിസ്റ്റൻസ്. Respectively. Or else it is also called the perihelion or the uphelion. പെരിജിയിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് പെരിജി അഥവാ പെരിഹീലിയൻ. അതേസമയം ഡിസ്റ്റൻസ് ഫ്രം ദ അപ്പോജിറ്റ് ആൻഡ് ഫോക്കസ് ഇസ് കോൾഡ് ദ അപ്പോജി ഡിസ്റ്റൻസ് ഓർ അപ്ഹീലിയൻ. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. കഴിയും. ഓക്കെ. അപ്പോ നമ്മുടെ കൺസെപ്റ്റുകളെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചില നൊട്ടേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ 2 പ്രോബ്ലംസ് ഉണ്ട്. ആ 2 പ്രോബ്ലംസ് ചെയ്യാനുള്ള നൊട്ടേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഇനി ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് നമുക്ക് കുറച്ച് യൂണിറ്റുകൾ പഠിക്കാനുണ്ട്. ആസ്ട്രോണമിയിൽ നിങ്ങൾക്കറിയാം, പ്ലാനറ്റ്സുകൾ തമ്മിൽ വളരെയധികം ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയ യൂണിറ്റിനെ അളക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സത്യം പറഞ്ഞാൽ ഡിസ്റ്റൻസിനെ അളക്കുന്നത് കിലോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസിനെ അളക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ എത്ര കിലോമീറ്റർ ഉണ്ട്, അല്ലെങ്കിൽ എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കിലോമീറ്ററിൽ പറയും. ആരും അത് സെന്റിമീറ്ററിൽ പറയാറില്ല. ദാറ്റ് ഈസ് അബ്സേർഡ്. അതൊരു വളരെ മണ്ടത്തരമായ കാര്യമാണ്. ആരും അതുകൊണ്ട് അത് പറയാറില്ല. അതുപോലെ തന്നെ അസ്ട്രോണമിയിൽ ഇവരെയൊക്കെ കിലോമീറ്ററിൽ അളക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. അതുകൊണ്ട് അവിടെ ഉള്ള ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് astronomical unit or represented as AU, astronomical unit, where one astronomical unit is equal to 150 into 10 raised to 6 kilometer. 150 into 10 raised to 6 kilometer. അതായത് 15 0 പിന്നെ ഒരു 6 0 കൂടെ വരും.
15 ശേഷം സത്യം പറഞ്ഞാൽ 7 പൂജ്യം വരണം. അതാണ് 1 astronomical unit. ഇനി അതിനെ മൈലിൽ പറയുകയാണെങ്കിൽ 92.9 into 10⁻⁶ മൈൽസ്. മൈൽസ് എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട്. അപ്പൊ മൈലിൽ പറയുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും മൈലിലാണ് കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതാണ് 92.9 into 10⁻⁶ മൈൽ. ഒരു 1 astronomical unit എന്ന് പറയുന്നത് is the semi major axis A of the Earth's orbit. അതായത് നമ്മുടെ എർത്ത് എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഒരു എലിപ്സ് ആണ്. അതിന്റെ എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ സെമി മേജർ ആക്സിസിന്റെ ലെങ്ത് ആണ് നിങ്ങളുടെ 1 astronomical unit. സെമി മേജർ ആക്സിസിന്റെ എർത്തിന്റെ സെമി മേജർ ആക്സിസിന്റെ ലെങ്ത് ആണ് ഒരു astronomical unit. അങ്ങനെയാണ് നമ്മൾ astronomical unit എന്ന ബേസിക് ക്വാണ്ടിറ്റിയിൽ എത്തിയത്. ഡൺ, കഴിഞ്ഞു. അപ്പോ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആവുമ്പോൾ നിങ്ങൾക്കറിയാം പോളാർ ഇക്വേഷൻ. പോളാർ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ R is equal to E into D divided by 1 plus or minus E cos theta, അല്ല എങ്കിൽ R is equal to E into D 1 plus or minus sin theta. സോറി, E into sin theta. ഇതിൽ എന്തെങ്കിലും ആയിരിക്കും നമ്മുടെ എലിപ്സിന്റെ ഇക്വേഷൻ. നമ്മൾ പോളാർ ഇക്വേഷൻ ആണ് കഴിഞ്ഞ സെക്ഷനിൽ നോക്കിയത്. അതുകൊണ്ട് ഇതും പോളാർ ഇക്വേഷനിൽ തന്നെ കൊടുക്കുന്നു. ഇവിടെ ഇ ഇൻറ്റു ഡിക്ക് ഒരു ഫോർമുലയുണ്ട്, പുതിയ ഫോർമുലയുണ്ട്. അവർ തമ്മിലുള്ള ബന്ധമാണ് ഇ ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ. E into D is equal to A into 1 minus E square. നമ്മൾ ഈ ന്യൂമറേറ്ററിലുള്ള E into D ക്ക് പകരം A into 1 minus E square കൊടുക്കാറുണ്ട്. Where E is the eccentricity as you know. ഇത് നമ്മൾ കൊടുക്കാറുണ്ട്. A എന്ന് പറയുന്നത് സെമി മേജർ ആക്സിസിന്റെ ലെങ്ത് ആണ്. നമ്മുടെ A. ഇത് അവർ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്. അപ്പൊ E into Dക്ക് ഇങ്ങനെ ഒരു വാല്യൂ കൂടെ ഉണ്ട്, മനസ്സിൽ വെച്ചേക്കുക. അപ്പൊ ഞാനിവിടെ പറഞ്ഞത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എർത്തിന്റെ എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ സെമി മേജർ ആക്സിസിന്റെ ലെങ്ത് ആണ്. അത് ഏകദേശം 150 into 10⁻⁶ കിലോമീറ്റർ വരും. അതേസമയം അതേ കാര്യത്തെ മൈലിൽ പറയുകയാണെങ്കിൽ 92.9 into 10⁻⁶ മൈൽസ്. ഇനി നമ്മൾ ഒരു എലിപ്സിന്റെ പോളാർ ഇക്വേഷന്റെ ഫോർമാറ്റ് ആണ് എഴുതിയത്. ഇങ്ങനെ 2 ഫോർമാറ്റുകളുണ്ട്. ഈ കൂട്ടത്തിൽ ന്യൂമറേറ്ററിലുള്ള ഇ ഡിക്ക് ഒരു പുതിയ എക്സ്പ്രഷൻ ഉണ്ട്, ദാറ്റ് ഈസ് എ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ. സോ നമ്മൾ നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. Halley's comet has an eccentricity of 0.097. Sorry, 0.97 ആണ് കേട്ടോ. 0.97 and a semi-major axis A equal to 18.1 A. ഈ ഹെയ്ലീസ് കോമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാൽനക്ഷത്രം പോലത്തെ ഒരു കാര്യമാണ്. അത് വാൽനക്ഷത്രമാണോ എന്ന് ഡൗട്ട് ഉണ്ട്. എനിക്ക് അസ്റ്റീരിയോയിഡ് ആണോ എന്ന് ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്തോ ആണത് ഹെയ്ലീസ് കോമറ്റ് എന്ന് പറയുന്നത്. വാട്ടർ ഇറ്റ് അതെന്തോ ഒരു അസ്ട്രോണമിക്കൽ തിങ് ആണ്. എന്തോ ഒരു ഇതാണ് കോമറ്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കോമറ്റ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്കത് ഇപ്പൊ റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല. വാട്ടർ ഇറ്റ് ഒരു അസ്ട്രോണമിക്കൽ തിങ്.
അറിയാം, പാൽ നക്ഷത്രമോ ഇല്ല അസ്റ്റീരിയോയിഡോ അങ്ങനെ എന്തോ ഒരു കാര്യമാണ് നമ്മുടെ ഹെയ്ലീസ് കോമറ്റ് എന്ന് പറയുന്നത്. ആ പുള്ളിക്കാരൻ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ സഞ്ചരിക്കുകയാണ്. അതിന്റെ എക്സെൻട്രിസിറ്റിയാണ് ഇതാ തരുന്നത് 0.97. അയാളുടെ ആ ഒരു എലിപ്സിന്റെ സെമി മേജർ ആക്സിസിന്റെ ലെങ്ത് എ ആണ് 18.1 അസ്ട്രോണമിക്കൽ യൂണിറ്റ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ഓർബിറ്റ്. നമുക്ക് ഇത് സഞ്ചരിക്കുന്ന ഓർബിറ്റിന്റെ ഇക്വേഷൻ വേണം. നെക്സ്റ്റ്, ഫൈൻഡ് ദ പീരീഡ് ഓഫ് ഇറ്റ്സ് ഓർബിറ്റ്. ഓർബിറ്റിന്റെ പീരീഡ് വേണം. മൂന്നാമത്, ഫൈൻഡ് ഇറ്റ്സ് പെരിഹീലിയൻ ആൻഡ് അപ്ഹീലിയൻ distances. Find the perihelion and aphelion distances. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ഓർബിറ്റ്. നമുക്ക് ഓർബിറ്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം, അതിന്റെ പീരീഡ് കണ്ടുപിടിക്കണം, അതേസമയം പെരിഹീലിയനും അപ്ഹീലിയനും നമുക്ക് കണ്ടുപിടിക്കണം. എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് പോകുന്നത്. എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് R is equal to E into D. E into Dക്ക് പകരം A into 1 minus E square divided by 1 plus E cos theta. 1 plus E cos theta. 1 plus or minus E cos theta ആണോ sin theta ആണോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. 1 plus or minus E cos theta ആണോ sin theta ആണോ എന്നുള്ള നമുക്ക് ഡൗട്ട് ഉണ്ട്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ്, ഇവിടത്തെ കാര്യം ഓക്കെ, 1 പ്ലസ് ഇ കോസ് തീറ്റ എന്നാണ് ഇവരിവിടെ എടുത്തിരിക്കുന്നത്. 1 പ്ലസ് ഇ കോസ് തീറ്റ എന്നാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് വെച്ച് തന്നെ മുന്നോട്ട് പോവാം. നമുക്ക് സത്യം പറഞ്ഞാല് നേരത്തെ കണ്ടതുപോലെ ഇ ഇൻറ്റു ഡി 1 പ്ലസ് ഓർ മൈനസ് ഇ കോസ് തീറ്റ എടുക്കാം. ആർ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി 1 പ്ലസ് ഓർ മൈനസ് ഇ സൈൻ തീറ്റ എടുക്കാം. പക്ഷെ ഇതിൽ സ്റ്റാൻഡേർഡ് ഇ ഡി ബൈ 1 പ്ലസ് ഇ കോസ് തീറ്റയാണ്. അതുകൊണ്ടാണ് അയാൾ എടുത്തത്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് മറ്റൊന്നല്ല, ഇത് സത്യം പറഞ്ഞാല് സ്പേസിൽ ഇരിക്കുന്ന ഒരാളാണ്. ഒരു സ്പേസിൽ അങ്ങനെ നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം ഒന്നും ആരും വരച്ചിട്ടിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള നിലയിൽ കോർഡിനേറ്റ് സിസ്റ്റം അതിന്റെ സെന്ററും കാര്യങ്ങളും ഒക്കെ കൊടുക്കാമല്ലോ. ആ ലാവിഷ്നെസ് ഉള്ളത് കൊണ്ടാണ് അവർ ഇങ്ങനൊരു ഫോമിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ വേറൊരാൾ ഇത് ചെയ്യുമ്പോൾ അയാള് a into 1 minus e square 1 minus e cos theta എന്ന് കൊടുത്താലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അതുപോലെ 1 plus e sin theta എന്ന് കൊടുത്താലും തെറ്റ് പറയാൻ പറ്റില്ല. ഓക്കെ, കാരണം അയാൾ സ്പേസിനെ കാണുന്നത് വേറൊരു കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ടായി, മീൻസ് അതിന്റെ സെന്ററും കോർഡിനേറ്റ്സും ഒക്കെ വേറെ ആയിട്ട് കാണുന്നത് കൊണ്ട് അവർക്ക് വേറെ ഇക്വേഷൻ വന്നതാകാം. വാട്ട് എവർ ഇറ്റ് ഇസ്, ഞാനിപ്പോൾ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഞാൻ ഇവിടെ എടുക്കുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻ R is equal to A into 1 minus E square by 1 plus E cos theta. ഇവിടെ A into 1 minus E square കാൽക്കുലേറ്റ് ചെയ്യുന്നു. എയുടെ വാല്യൂ 18.1. 1 minus E square 1.97 സ്ക്വയർ. അപ്പൊ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1.07 എന്ന് വരും. 1.07 എന്ന് വരും. Therefore, R is equal to 1.07 divided by 1 plus E എന്ന് പറയുന്ന 0.97 into cos theta. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ R. നമ്മൾ കാണുന്നത്, നമ്മുടെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയിട്ട് കാണുന്നത് ഈ പുള്ളിക്കാരനെയാണ്. ഫോക്കസ് ഇവിടെ, നമ്മുടെ ഡയറക്ട്രിക്സ് ഫോക്കസിന്റെ റൈറ്റ് ഭാഗത്ത് ഡയറക്ട്രിക്സ്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വന്നത്. കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ, എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ ഇക്വേഷൻ. The next question is the period.
ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ക്യൂബ്. നിങ്ങൾക്കറിയാം സ്ക്വയർ ഓഫ് ദ പീരിയഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ സെമി മേജർ ആക്സിസ്. അപ്പൊ ടി സ്ക്വയർ ഈക്വൽ ടു എ ക്യൂബ്. ദാറ്റ് ഇസ് ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ വാല്യൂ തന്നിട്ടുണ്ട് 18.1 ദ ഹോൾ ക്യൂബ്. 18.1 the whole cube. That is 18.1 the whole cube എന്ന് പറയുമ്പോൾ ഏകദേശം 5929.741 വരും. ടി സ്ക്വയർ ഈക്വൽ ടു ടി ഈക്വൽ ടു റൂട്ട് ഓഫ് 5929.741 root of 5929.741 വരും. That is equal to something around 77.00 something. 77. അപ്പൊ ടൈം പീരീഡ് 77 ആണ്. 77 ആണ് വരുന്നത്. 77 ഇയേഴ്സ്. 77 ഇയേഴ്സ്. അതായത് ഒരിക്കൽ എലിപ്റ്റിക് ഓർബിറ്റ് അതൊന്ന് ചുറ്റി വരാനായിട്ട് നമുക്ക് എടുക്കുന്നത് 77 വർഷമാണ്. 77 വർഷമാണ് നമുക്ക് എടുക്കുന്നത്. കഴിഞ്ഞു. 77 വർഷമാണ് നമുക്ക് വേണ്ടി വരുന്നത്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ടൈം പീരീഡ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് പെരിഹീലിയൻ ആൻഡ് അപ് ഹീലിയൻ ഡിസ്റ്റൻസുകളാണ്. പെരിഹീലിയൻ ആൻഡ് അപ് ഹീലിയൻ ഡിസ്റ്റൻസുകൾ. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റൻസും കൂടെ പറഞ്ഞു തരികയാണ്. ഞാനത് ഇവിടെ എഴുതാം. പെരിഹീലിയൻ ഡിസ്റ്റൻസ് ആർ നോട്ട് എന്ന് പറയുന്നത്, പെരിഹീലിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, പെരിഹീലിയൻ എന്ന് പറയുന്നത് ക്ലോസസ്റ്റ് ആണ്. പെരിഹീലിയൻ ആർ നോട്ട് ആണ്. പെരിഹീലിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് a മൈനസ് ഇ ഇൻറ്റു എ. അതേസമയം നമ്മുടെ അപ് ഹീലിയൻ ഫാർദസ്റ്റ് ഡിസ്റ്റൻസ് ആണ് a പ്ലസ് ഇ ഇൻറ്റു എ. a മൈനസ് ഇ ഇൻറ്റു എയും a പ്ലസ് ഇ ഇൻറ്റു എ. Therefore, perihelion R naught is equal to a minus e into a. A എന്ന് പറയുന്നത് 18.1 മൈനസ് ഇ ഇൻറ്റു എ. ഇ ഇൻറ്റു എ 0.97 into 18.1. That will be 0.543 astronomical unit. ഇനി അതേസമയം R1 is equal to a plus e into a. That is 18.1 plus 0.97 into 18.1. That is equal to 35.7 astronomical unit. 35.7 astronomical unit. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പെരിഹീലിയൻ ആൻഡ് അപ് ഹീലിയൻ ഡിസ്റ്റൻസസ്. പെരിഹീലിയൻ ആൻഡ് അപ് ഹീലിയൻ ഡിസ്റ്റൻസസ്. പെരിഹീലിയൻ അപ് ഹീലിയൻ ഡിസ്റ്റൻസസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല പറയാൻ വിട്ടുപോയതാണ്. അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. ആർ നോട്ട് ഈസ് ഈക്വൽ ടു എ മൈനസ് ഇ എ ആൻഡ് R1 ഈസ് ഈക്വൽ ടു എ പ്ലസ് ഇ എ. Done. Now, the next and final question. An Apollo lander means ഞാനിത് ക്വസ്റ്റ്യൻ എഴുതാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യാം. ലോങ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് എഴുതാത്തത്. നോക്കുക. അപ്പോളോ ലൂണാർ ലാൻഡർ ഓർബിറ്റ്സ് ദ മൂൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അതായത് നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ലാൻഡർ, അതായത് അപ്പോളോ ലാൻഡർ, മൂണിൽ ഇറങ്ങിയ ഒരു ലാൻഡറിന്റെ പേരാണ് അപ്പോളോ ലാൻഡർ. അപ്പൊ അത് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പേ മൂണില് കറങ്ങിയാണ് പിന്നെ അത് എന്ത് ചെയ്യുന്നത്, ലാൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഫിഗറിൽ കൃത്യമായി കാണാം. ഓക്കെ. അപ്പോൾ അത് എന്ത് ചെയ്യാണ്, മൂണില് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് കറങ്ങുന്നത്. ആ എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ എക്സെൻട്രിസിറ്റി 0.012 ആണ്. അയാളുടെ സെമി മേജർ ആക്സിസിന്റെ ലെങ്ത് a ഈക്വൽ ടു 2015 കിലോമീറ്റർ ആണ്. ഓക്കെ. അസ്യൂമിങ് ദ മൂൺ ടു ബി എ സ്പിയർ. മൂൺ ഒരു സ്പിയർ ആണെന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുന്നു. അതിന്റെ റേഡിയസ് 1740 കിലോമീറ്റർ. 1740 കിലോമീറ്റർ.
അപ്പോ ഈ മൂണിലിറങ്ങാൻ എന്താണ് നമുക്ക് മിനിമം ഹൈറ്റ് വേണം. അതായത് മിനിമം നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ ഈ മിനിമം ഹൈറ്റിലെ മൂണിലിറങ്ങാൻ പറ്റത്തുള്ളൂ. ഈ മാക്സിമം ഹൈറ്റിൽ മൂണിലിറങ്ങാൻ പറ്റില്ല. നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ മിനിമം ഹൈറ്റും മാക്സിമം ഹൈറ്റും. മിനിമം ഹൈറ്റും മാക്സിമം ഹൈറ്റുമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഇതാണ് നമ്മുടെ മൂൺ. ഇതാണ് നമ്മുടെ മൂൺ. മൂണിന് ചുറ്റും ഇയാൾ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലാൻഡർ. ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ എക്സെൻട്രിസിറ്റി തന്നിട്ടുണ്ട്. എക്സെൻട്രിസിറ്റി 0.12. അതേസമയം സെമി മേജർ ആക്സിസിന്റെ ലെങ്ത് എ ഈസ് ഈക്വൽ ടു 2015 കിലോമീറ്റർ. 2015 കിലോമീറ്റർ. ഈ മൂണിനെ നമ്മൾ സർക്കിളായി കാണുകയും അതിന്റെ റേഡിയസ് 1740 കിലോമീറ്റർ ആണ് എന്നും എടുക്കുന്നു. നമുക്ക് ഈ മൂണിന്റെ സർഫസിൽ നിന്നുള്ള സ്മോളസ്റ്റ് ഡിസ്റ്റൻസും മൂണിന്റെ സർഫസിൽ നിന്നുള്ള ഫാർദസ്റ്റ് ഡിസ്റ്റൻസും വേണം, അല്ലെങ്കിൽ മാക്സിമം ഡിസ്റ്റൻസും മിനിമം ഡിസ്റ്റൻസും വേണം. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യം ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ പെരിജി, അതായത് മിനിമം ഡിസ്റ്റൻസ് പെരിജി എന്ന് പറയുന്നത് r0 is equal to a minus e into a ആണ്. അതേസമയം അതിന്റെ ഫാർദസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് a plus e ആണ്. നമ്മൾ അത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് a is equal to 2015 minus e into 0.12 into 2015. That is around 1773.3 kilometer. Sorry, kilometer. കാരണം എല്ലാം കിലോമീറ്ററിലാണ്. കിലോമീറ്റർ. ഇനി നെക്സ്റ്റ് വൺ വിച്ച് ഇസ് ഈക്വൽ ടു 2015 minus 0.12 into 2015. 0.12 into 2015. That is into 1.1. Done. That is something around 2256.8 kilometer. നോക്കുക, നിങ്ങളുടെ ഈ പെരിജി അപ്പോജി ഒക്കെ വരുന്നത് നിങ്ങളുടെ ഈ മൂണിന്റെ സെന്ററിൽ നിന്നാണ് അളന്നു തുടങ്ങുന്നത്. നമുക്ക് വേണ്ടത് സർഫസിൽ നിന്നുള്ള മിനിമം ഡിസ്റ്റൻസും സർഫസിൽ നിന്നുള്ള മാക്സിമം ഡിസ്റ്റൻസും ആണ്. അപ്പൊ നമ്മൾ ഈ റേഡിയസ്, നമ്മൾ ഒരിക്കലും മൂണിന്റെ ഉള്ളിലേക്കല്ല ഇറങ്ങുന്നത്, മൂണിന്റെ സർഫസിലേക്കാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയസിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് കിട്ടും, ഇയാളുടെ മിനിമം ഡിസ്റ്റൻസ് കിട്ടും. അതേപോലെ സെന്ററിൽ റേഡിയസിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ദ സർഫസ് കിട്ടും. Therefore, distance minimum is equal to your r0 minus your radius 1740. That is 33.2 kilometer. മാക്സിമം ഡിസ്റ്റൻസ് കാണാൻ നിങ്ങളുടെ R1-ൽ നിന്ന്, നിങ്ങളുടെ അപ്പോജിയിൽ നിന്ന് റേഡിയസ് കുറച്ചാൽ മതിയാവും. അത് നിങ്ങൾ കുറയ്ക്കുമ്പോൾ, അതായത് 2256.8 മൈനസ് 1740 കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 516.8 കിലോമീറ്റർ. അതായത് ഇപ്പൊ ഈ അപ്പോളോ ലൂണാർ ഓർബിറ്റ് കറങ്ങുന്ന ആ ഒരു ഓർബിറ്റിൽ നിന്ന് മൂണിന്റെ സർഫസിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് 33.2 കിലോമീറ്ററും മാക്സിമം ഡിസ്റ്റൻസ് 516.8 കിലോമീറ്ററും. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ഡിസ്റ്റൻസ് പെരിജി അപ്പോജി അളക്കുന്നത് വാട്ട് എവർ ഇറ്റ് ഇസ് ദ സെന്റർ, ഫോക്കസിൽ ഇരിക്കുന്ന ആരാണോ അയാളുടെ സെന്ററിൽ നിന്ന് ഒബ്ജക്റ്റിന്റെ സെന്ററിലേക്കാണ്, പ്ലാനറ്റ്. സത്യം പറഞ്ഞാല് പ്ലാനറ്റ് സണ്ണിന് ചുറ്റുമല്ല, പ്ലാനറ്റിന് ചുറ്റും സാറ്റലൈറ്റും, ഇനിയിപ്പോ സാറ്റലൈറ്റിന് ചുറ്റിനും എന്താണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും അല്ലെങ്കിൽ നമ്മുടെ ഓർബിറ്റുകളും ഒക്കെ ചുറ്റുന്നത്, പിന്നെ അപ്പോളോ ലൂണാർ ലാൻഡർ ഒക്കെ ചുറ്റുന്നത് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. അതായത് എന്ത് ഒബ്ജക്റ്റും അവിടെ ഒരാളുടെ ചുറ്റും കറങ്ങുന്നത് എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്.
അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യനും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക.